വഖഫിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ രാജ്യത്തിന് ബാധകമാകുന്ന നിയമമായി അത് മാറിക്കഴിഞ്ഞു. പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എങ്കിലും ഘടകകക്ഷികളുടെ അടക്കം പിന്തുണയോടെയാണ് വഖഫ് ബില്ല് BJP പാസാക്കിയെടുത്തത്. മുസ്ലിം സമുദായത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ബില്ല് BJP നിയമമാക്കിയപ്പോൾ ശരിക്കും പെട്ടുപോയത് ഘടകകക്ഷികളാണ്. NDA സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബീഹാറിലെ JDU, ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം പാർട്ടി എന്ന TDP അടക്കമുള്ള പാർട്ടികൾ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വഞ്ചകരായി മുദ്ര കുത്തിക്കഴിഞ്ഞു. ഇതിൽ തന്നെ JDUവിന്റെ കാര്യമാണ് തീർത്തും പരിതാപകരം. ബീഹാറിലെ 17% വരുന്ന മുസ്ലിം ജനവിഭാഗം JDUവിന്റെ ശക്തമായ വോട്ട് ബാങ്ക് കൂടെയാണ്. 50 നിയമസഭാ സീറ്റുകളിൽ ആരാണ് ജയിക്കുന്നതെന്ന് പോലും തീരുമാനിക്കുന്നത് ന്യൂനപക്ഷങ്ങളാണ് എന്ന് സാരം. BJPക്ക് ഒപ്പം കൂടി JDU ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചു എന്നാണ് ബീഹാർ ജനത ഒറ്റക്കെട്ടായി ഇപ്പോൾ പറയുന്നത്. 6 മാസത്തിനിപ്പുറം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുസ്ലിം വിശ്വാസികളും മുസ്ലിം മതത്തിൽ നിന്നുള്ള സുപ്രധാന നേതാക്കന്മാരും JDUവിൽ നിന്ന് പടിയിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. വഖഫ് ബില്ലിന് പ്രായം ആഴ്ച 1 പിന്നിട്ടതോടെ JDUവിലെ കലാപം അണയുന്നില്ല, മറിച്ച് ആളിപ്പടരുകയാണ് എന്ന് കാണാം. പാർട്ടി പിന്തുടർന്നു വന്ന മതനിരപേക്ഷ നിലപാടിൽ BJPക്ക് വേണ്ടി ചില നേതാക്കൾ വെള്ളം ചേർത്തു എന്നും കൂടിയാലോചനകളില്ലാതെ തീരുമാനമെടുക്കുന്നു എന്നുമാണ് പല കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലലൻ സിംഗ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് മുകളിൽ JDU പാർട്ടിയിൽ പിടിമുറുക്കുന്നുണ്ട് എന്നും ആക്ഷേപമുണ്ട്. ഇക്കാര്യങ്ങളിൽ അതൃപ്തി അറിയിക്കാൻ നിതീഷിനെ കാണാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ലലൻ സിംഗിനെ ഒതുക്കണമെന്നും ഇല്ല എങ്കിൽ രാജിവെക്കുമെന്നും നേതാക്കൾ ഭീഷണി മുഴക്കുന്നുണ്ട്. വഖഫ് ബില്ലിൽ JDUവിന്റെ നിലപാട് തീരുമാനിക്കാൻ യോഗങ്ങൾ ചേർന്നില്ല എന്നും കേന്ദ്രമന്ത്രി അടക്കം മുതിർന്ന ചില നേതാക്കളെടുത്ത തീരുമാനങ്ങൾ താഴെത്തട്ടിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നും നേതാക്കൾ പറയുന്നുണ്ട്. JDUവിന്റെ തലപ്പത്തിരുന്ന് ലലൻ സിംഗിനെ പോലെ ചില നേതാക്കന്മാരാണ് അജണ്ടകൾ തീരുമാനിക്കുന്നതെന്നും മറ്റു JDU MPമാർക്ക് വലിയ റോളൊന്നും പാർട്ടിയിൽ ഇല്ല എന്നും നേതാക്കൾ പറയുന്നുണ്ട്. 6ഓളം JDU MPമാരാണ് നിതീഷിനെ നേരിൽ കണ്ട് രാജ്യഭീഷണി മുഴക്കുന്നത്. അതേസമയം എല്ലാ വിഭാഗങ്ങളുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്ന നേതാവെന്ന പ്രതിച്ഛായയാണ് നിതീഷിനുള്ളത് എങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വോട്ടുകൾ പാർട്ടിക്ക് കിട്ടാറില്ലെന്നാണ് ഡൽഹിയിലെ JDU നേതാക്കളുടെ വാദം. മാത്രമല്ല, പ്രതിപക്ഷം ശക്തമല്ലാത്തതിനാൽ NDA സഖ്യകക്ഷികൾക്ക് വിലപേശൽ ശക്തിയില്ല എന്നും BJPയെ പിണക്കേണ്ടെന്ന നിലപാടും സ്വീകരിക്കുന്നുണ്ട്. JDU വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് സായും മന്ത്രി ലലൻ സിംഗുമൊക്കെ ഈ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. മറ്റ് MPമാരെ ഗൗനിക്കാതെ ഈ 2 പേർ ചേർന്ന് JDUവിനെ ഹൈജാക്ക് ചെയ്തു എന്നും പറയുന്നുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഓരോ വോട്ടും പ്രധാനമാണ് എന്നാണ് മറുഭാഗത്തിന്റെ വാദം. തർക്കങ്ങൾക്കിടയിൽ മുസ്ലിം മത നേതാക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ബീഹാറിൽ പാർട്ടി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ വഖഫ് ഭേദഗതിക്കെതിരെ JDU നേതാവും ന്യൂനപക്ഷ സംവരണ മുന്നണി പ്രസിഡന്റുമായ മുഹമ്മദ് പർവേസ് സിദ്ദീഖി സുപ്രീം കോടതിയെ സമീപിച്ചത് നിതീഷിന് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത്. പാർട്ടിയുടെ അഭിപ്രായത്തോട് യോജിക്കാത്തതിനാലാണ് ഹർജി നൽകിയതെന്നും JDUവിൽ തുടർന്നുകൊണ്ട് തന്നെ നിയമപോരാട്ടം നടത്തും എന്നുമാണ് പർവേസ് സിദ്ദീഖി പറയുന്നത്. മുസ്ലിം പ്രാതിനിധ്യം ഏറെയുള്ള പാർട്ടിയാണ് JDU. ബീഹാറിലും ന്യൂനപക്ഷങ്ങൾ ശക്തമാണ്. RJD ഉയർത്തുന്ന വെല്ലുവിളികൾ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടെയെന്നും ബീഹാറിൽ മറികടന്ന പാർട്ടി കൂടിയാണ് നിതീഷിന്റെ JDU. എന്നാൽ വഖഫ് ബില്ലിൽ BJPയുടെ രഹസ്യ അജണ്ടകൾ തിരിച്ചറിഞ്ഞിട്ടും RJD പിന്തുണ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നാണ് ഒരു കൂട്ടം നേതാക്കന്മാർ പറയുന്നത്. കണ്ണും പൂട്ടി BJP ചെയ്യുന്ന ന്യൂനപക്ഷ വേട്ടകളെ പിന്തുണയ്ക്കേണ്ട ബാധ്യത ഇല്ല എന്നാണ് JDU നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ബില്ല് ലോക്സഭയിൽ പാസ്സായതിന് പിന്നാലെ തന്നെ അങ്ങ് ബീഹാറിൽ JDU പാർട്ടിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. ബില്ലിൽ രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ചതോടെ നിയന്ത്രണം നഷ്ടമായ JDU നേതാക്കൾ നിതീഷ് കുമാറിനെ തള്ളി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. ബില്ലിന് പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച് മുതിർന്ന നേതാവ് മുഹമ്മദ് കാസിം അൻസാരി ഉൾപ്പെടെ നിരവധി നേതാക്കന്മാരാണ് JDUവിൽ നിന്ന് നേരത്തെ രാജിവെച്ചത്.